ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് ക്രീം ചീസാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന അതേ കൺസിസ്റ്റൻസിയിലുള്ള ക്രീം ചീസ് എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ആദ്യം ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് അതിലേക്ക് ഒരു 1/2 ലിറ്റർ പാല് ആഡ് ചെയ്ത് കൊടുക്കുക. ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാൻ കഴിയുന്നതും ശ്രദ്ധിക്കുക. കാരണം ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ക്രീം ചീസിൻ്റെ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന ക്രീം ചീസിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുക. സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ പാല് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇടയ്ക്കിടയ്ക്ക് ഒരു സ്പാറ്റില കൊണ്ട് ഇളക്കി കൊടുക്കുക. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. ഇപ്പം നമ്മുടെ പാലൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു നാരങ്ങയുടെ നീര് അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വിനീഗറോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് കേർഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പാലൊന്ന് പിരിഞ്ഞു വരാൻ തുടങ്ങുമ്പോൾ തന്നെ സ്റ്റവ് ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. പ്രസ് ചെയ്തൊന്നും കൊടുക്കണ്ട, വെള്ളമൊക്കെ തന്നെ പോകുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിൻ്റെ ജാർ എടുത്ത് അതിലേക്ക് ഈ അരിച്ചു വെച്ചേക്കുന്ന പാലിൻ്റെ കട്ടകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും 1-2 ടീസ്പൂൺ നാരങ്ങയുടെ നീരും 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സോൾട്ടഡ് ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അൺസോൾട്ടഡ് ആണെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ചിലർ ഇതിൽ ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല. ഇത് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു ഉണ്ടില്ലേ, ഇപ്പോൾ ഒരു റിബൺ കൺസിസ്റ്റൻസിയിലാണ് താഴേക്ക് വീഴുന്നത്. അങ്ങനെ ആയിരിക്കണം നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്ത ക്രീം ചീസ് ഇരിക്കേണ്ടത്. കാരണം ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ കട്ടിയാവും. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം തണുപ്പിക്കാം. ഒരു 4 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തുറന്ന് നോക്കുമ്പോൾ കുറച്ചുകൂടെ കട്ടിയായിട്ടുണ്ടാവും. ഇതിപ്പോൾ നമുക്ക് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു സ്പ്രെഡബിൾ കൺസിസ്റ്റൻസി ആയിരിക്കണം. കണ്ടോ, ഇപ്പോൾ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ക്രീമി ആയിട്ടുള്ള കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ക്രീം ചീസിൻ്റെ, നമ്മൾ വെളിയിൽ നിന്നൊക്കെ മേടിക്കുന്ന ക്രീം ചീസിൻ്റെ കൺസിസ്റ്റൻസി ഇത് തന്നെയാണ്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. ശരിക്കും നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന ക്രീം ചീസിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. ഇത് വെറുതെ നമുക്ക് ബ്രെഡിനകത്ത് സ്പ്രെഡ് ചെയ്ത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.